ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നൊരു വാഴക്കൂമ്പ് തോരനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പണ്ടത്തെ എല്ലാ വീടുകളിലും ഇതുണ്ടായിരുന്നു. ഇപ്പം ഇത് കാണാനേ ഇല്ല കേട്ടോ. ഞാൻ ഒരു വാഴക്കൂമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ചോപ്പറിൽ അരിഞ്ഞെടുക്കുക ചെയ്യുന്നത്. കൈക്കാണെങ്കിൽ കറിയും ഉണ്ടാവില്ല, ഒരേ സൈസിൽ നമുക്കിത് കിട്ടുകയും ചെയ്യും. ഇത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്, ഒരു കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, അതിൻ്റെ കറ കളയാൻ വേണ്ടി. അരപ്പിനാവശ്യമായ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുള്ളി, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇതൊന്ന് ഒതുക്കിയെടുക്കാവേ. ഈ വാഴക്കൂമ്പിനകത്തേക്ക് കുറച്ച് സവോളയും പിന്നെ ഒരു പച്ചമുളകും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ചെടുക്കാവേ. അതിനകത്തേക്ക് 2 വത്തൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉണക്കമുളക്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാവേ. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാട്ടോ ഇതിന്. നന്നായിട്ട് ഉപ്പെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാന്നേ. പണ്ട് കാലത്തൊക്കെ ഇതൊക്കെ എല്ലാ വീടുകളിലും എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണാനില്ല. ഇതിന്ന് കടയിൽ പോയപ്പം ചേട്ടായി കണ്ടപ്പം വാങ്ങിച്ചതാട്ടോ. എനിക്കിത് ഒത്തിരി ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട. ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ മുകളിൽ ഇതിട്ട് കഴിക്കാനായിട്ട് ഒരു കറിയും വേണ്ട. നല്ല ടേസ്റ്റാണ്. ഇപ്പോഴത്തെ മക്കൾക്ക് ഇതൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഒരു മലയാളിക്കടയുണ്ട്, അവിടെ വരുമ്പോൾ ഇത് മേടിക്കാറുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇടയ്ക്കൊക്കെ ഒരു വ്യത്യസ്തമായ രുചി. ഓക്കെ, ബൈ.